മൂന്നാമത്തെ ലൈംഗികാതിക്രമ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അറസ്റ്റിലായിരിക്കുകയാണ്. ക്രൂരമായ ലൈംഗിക പീഡനവും ഗർഭഛിദ്രവും സാമ്പത്തിക ചൂഷണവും ഉന്നയിച്ചുള്ള പരാതിയിലാണ് പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് അർദ്ധരാത്രി 12:30യോടെ രാഹുലിനെ കസ്റ്റഡിയിലെടുത്തത്. പത്തനംതിട്ട AR ക്യാമ്പിലെത്തിച്ച രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. AG ജി പൂങ്കുഴലിക്ക് യുവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നീക്കം. വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത രാഹുൽ കുഞ്ഞ് വേണമെന്ന് നിർബന്ധിച്ചു. കുഞ്ഞുണ്ടായാൽ വീട്ടിൽ വിവാഹത്തിന് സമ്മതിക്കുമെന്ന് വിശ്വസിപ്പിച്ചു. ഗർഭിണിയാണെന്ന വിവരം അറിയിച്ചപ്പോൾ അസഭ്യം പറയുകയും മറ്റാരുടെയെങ്കിലും കുഞ്ഞാകുമെന്ന് അധിക്ഷേപിച്ചതായും പരാതിയിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് DNA പരിശോധനയ്ക്ക് താൻ തയ്യാറായെങ്കിലും രാഹുൽ സഹകരിച്ചില്ലെന്നും യുവതിയുടെ പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ശരി, ഡാനിലേക്ക് വരാം. രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഡാൻ കുര്യൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഡാൻ, മുൻപൊക്കെ രാഹുലിന് എതിരെ ലഭിച്ചിട്ടുള്ള പരാതിയുടെ സമാനമായ രീതിയിലാണ് ഇപ്പോൾ മൂന്നാമത്തെ പരാതി ലഭിച്ചിരിക്കുന്നത്. അതിൽ സാമ്പത്തിക ചൂഷണം അടക്കം യുവതിക്ക് നേരെ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണോ? എന്തൊക്കെയാണ് പരാതിയിലെ കൂടുതൽ വിവരങ്ങൾ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൂന്നാമതായി ഉയർന്ന ലൈംഗിക പീഡന പരാതിയിലാണ് അതിവിദഗ്ധമായ നീക്കത്തിലൂടെ ആ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകിയ AIG ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാടുള്ള ഫ്ളാറ്റിൽ നിന്ന് കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. രണ്ട് പരാതികളിലും സംഭവിച്ച ഇതിനു മുമ്പ് ഉയർന്നു വന്ന രണ്ട് പരാതികളിലും സമാന സ്വഭാവമുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചിരുന്നെങ്കിലും അവിടെ കൃത്യമായി രാഹുൽ രക്ഷപ്പെടാനുള്ള പഴുത്, അതായത് പോലീസിന് പിടികൂടാൻ കഴിയാത്ത തരത്തിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് രക്ഷപ്പെടാനുള്ള കൃത്യമായ പഴുതൊരുക്കിയിരുന്നു. രാഷ്ട്രീയമായ ബന്ധങ്ങൾ അതിന് പ്രയോജനപ്പെടുത്തി, പോലീസിലുള്ള ബന്ധങ്ങൾ അതിന് പ്രയോജനപ്പെടുത്തി. അങ്ങനെ എവിടെയാണ് രാഹുൽ ഒളിവിൽ കഴിയുന്നതെന്ന് പോലും അറിയാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറുന്ന സാഹചര്യം, എളിഭ്യരായി മാറുന്ന പോലീസിന്റെ നീക്കങ്ങൾ അത് വലിയ തരത്തിൽ രാഷ്ട്രീയമായി അല്ലാതെയുമൊക്കെയുള്ള വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യം. അങ്ങനെ രണ്ട് കേസുകളുടെ മുൻ അനുഭവങ്ങളിൽ നിന്ന് ഉൾക്കൊണ്ട പാഠത്തിന്റെ അടിസ്ഥാനത്തിലാണ് മൂന്നാമത് ലഭിച്ച പരാതിയിൽ അതീവ രഹസ്യമായുള്ള ഒരു നീക്കം അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്ന് വേണം പറയാൻ. ഏതാണ്ട് ഒരാഴ്ച